ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന നിധി ഗോപിയോട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം സാറിനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഈ സമയം CI അവിടേക്ക് വരികയും നിധിയെ കണ്ട് അത് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഗോപി പറയുകയാണ്, സാർ ഇത് നമ്മള് കല്യാണം നടത്തി കൊടുത്ത കേസാ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തക്കലയിലൊരു ബിസിനസ്സുകാരന്റെ മകള് കാർ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയ കേസില്ലേ, നമ്മള് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തിയ. ഇത് കേട്ട് CI പറയുകയാണ്, ഓ അന്ന് കമ്മീഷണർ ഓഫീസിൽ നിന്നൊക്കെ വിളി വന്ന കേസ്. ആ കുട്ടിയാണല്ലേ, കുറച്ച് നാളായില്ലേ മുഖം മറന്നുപോയി. കുട്ടിക്ക് സുഖമാണോ? കുട്ടിയുടെ ഭർത്താവ് എന്ത് പറയുന്നു? അപ്പൊ നിധി പറയുന്നു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു സാർ, സുധീഷിനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഗോപി പറയുകയാണ്, സാർ ആ പയ്യന്റെ കയ്യിൽ നിന്നും ഈ കുട്ടിക്ക് ഡിവോഴ്സ് വേണോന്ന്. ഇത് കേട്ട പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്, ഡിവോഴ്സ്? എന്താ പ്രശ്നം? കുട്ടിയുടെ ഭർത്താവ് അടിക്കുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സാർ എന്ന് നിധി പറയുമ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്, പിന്നെന്തിനാ ഡിവോഴ്സ്? ഇങ്ങനെ കല്യാണം കഴിച്ച വേഗത്തിൽ ഡിവോഴ്സ് ചോദിച്ചാൽ എന്താ അർത്ഥം? കുടുംബജീവിതം ഒക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, അഡ്ജസ്റ്റ് ചെയ്ത് പോണം. അപ്പൊ നിധി പറയുകയാണ്, ഇല്ല സർ, ഞങ്ങൾ തമ്മിൽ ശരിയാകുന്നില്ല. ഇത് കേട്ട് ഗോപി പറയുകയാണ്, സർ ആ പയ്യന് സെറ്റ് ആവുന്നൊക്കെയുണ്ട്, ഈ പെണ്ണിനാണ് സെറ്റ് ആവാത്തത്. ആ സുധീഷ് ഈ കുട്ടിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയുന്നു, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾക്ക് കല്യാണം നടത്താനേ പറ്റൂ, ഡിവോഴ്സ് വേണമെങ്കിൽ കോർട്ടിലേക്ക് തന്നെ പോണം. അപ്പൊ നിധി പറയുകയാണ്, അതല്ല സർ, ഞാൻ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത ഉടനെ ഗോപി സാർ എന്നെ ഫോൺ വിളിച്ചിരിക്കുന്നു. എന്തിനാ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്? ഒരുമിച്ച് ജീവിക്കുന്നു പറയുന്നു. ഗോപി സാർ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ സ്റ്റേഷനിലേക്ക് വന്നത്. ഞങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം ഞങ്ങളുടെ അഡ്വക്കേറ്റ് ഗോപി സാറിനോട് പറഞ്ഞതാണോ? അങ്ങനെ എന്തെങ്കിലും ഫോർമാലിറ്റി ഉണ്ടോ? ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയുകയാണ്, അഡ്വക്കേറ്റിന് വേറെ ജോലിയില്ലേ, അവരെന്തിനാ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നേ? ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അപ്പോ പോലീസ് സ്റ്റേഷനിൽ കല്യാണം നടന്നാൽ ഡിവോഴ്സ് വാങ്ങാൻ പാടില്ലെന്നുണ്ടോ? ചിരിച്ചുകൊണ്ട് പോലീസ് ഓഫീസർ പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല കുട്ടി, ദേ നോക്ക്, ഒരുമിച്ച് ജീവിക്കുന്നതും പിരിയുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കല്യാണം നടത്താൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ നിധി പറയുകയാണ്, അതല്ല സർ, എന്റെ സാറ് വിളിച്ചപ്പോൾ സാർ എങ്ങനെ ഈ കാര്യം അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. പോലീസ് ഓഫീസർ ചോദിക്കുന്നു, അതിനാണ് കുട്ടി ഇവിടെ വരെ വന്നത്? ഗോപിച്ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ ഇവരെയൊക്കെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് ജീവിക്കുകയോ ഡിവോഴ്സ് ചെയ്യുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ? എന്തിനാ ഫോൺ വിളിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നത്? ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? അപ്പൊ ഗോപി പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് സർ, ഈ കുട്ടിയുടെ ഭർത്താവ് വന്ന അത്രയ്ക്ക് വിഷമത്തോടു കൂടി എന്നോട് സംസാരിച്ച് എനിക്ക് കഷ്ടം തോന്നി. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സുധീഷ് വന്നെന്നോ? അപ്പൊ ഗോപി പറയുകയാണ്, അതെ വന്നു, കുട്ടി ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം പറഞ്ഞു. അവന് ഡിവോഴ്സിന് സമ്മതം ഇല്ലാന്നും പറഞ്ഞു. ഇങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഡിവോഴ്സ് ചോദിക്കുന്നത് വളരെ വിഷമത്തോടു കൂടി അവൻ എന്നോട് പറഞ്ഞു. ഇതൊക്കെ സുധീഷ് പറഞ്ഞാണോ സാർ അറിഞ്ഞത്? നിധി ചോദിക്കുമ്പോൾ ഗോപി പറയുകയാണ്, അവൻ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ സർ? ആ പയ്യൻ ഒരു പാവാ, ഈ കുട്ടിയോട് സംസാരിച്ച് ഡിവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ ഈ കുട്ടി കേൾക്കുന്നില്ല. ഈ കുട്ടിയെ ഡിവോഴ്സ് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ വളരെ വിഷമത്തോടു കൂടി എന്റെ അടുത്തേക്ക് വന്നത്. എന്റെ ഭാര്യയോടൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് ചോദിച്ചു. അവന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി, അത് ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിച്ച് നോക്കിയേ. ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയണ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലല്ലോ. അവൻ പറഞ്ഞ ഉടനെ വിളിച്ചിരിക്കുന്നു. നോക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല, അവരുടെ ജീവിതം അവര് നോക്കിക്കോളും. ഇനി അവരുടെ പ്രശ്നത്തിൽ ഗോപിച്ചേട്ടൻ ഇടപെടരുത്. തുടർന്ന് പോലീസ് ഓഫീസർ ചോദിക്കുന്നു, കുട്ടിക്ക് എവിടെ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലാന്ന് നിധി പറയുമ്പോൾ ഓഫീസർ ചോദിക്കണ, ഇത് ചോദിക്കാൻ വേണ്ടിയാണോ ഇത്രയും ദൂരം വന്നത്? അപ്പൊ നിധി പറയുന്നു, അതെ സർ, ഇത് അറിയാൻ വേണ്ടി തന്നെയാ വന്നത്. ഏത് കേട്ട് ആ പോലീസ് ഓഫീസർ പറയുന്നു, ശരി, എന്ത് തീരുമാനം എടുത്താലും ഒന്ന് ആലോചിക്കണം, ഇത് കുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ പോലീസ് ഓഫീസർ അവിടെ നിന്ന് പോവുകയാണ്. ഗോപി പറയുന്നു, മോള് സുധീഷിനോട് ദേഷ്യപ്പെടരുത്, പാവം അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മോളെ വിട്ട് പിരിയാൻ പറ്റില്ല എന്ന് അവൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു, അതുകൊണ്ടാ ഞാൻ മോളെ വിളിച്ചത്. ഇതിന്റെ ഡ്യൂട്ടി ഒന്നുമല്ല, ഞാൻ അവന് വേണ്ടി ചെയ്ത ഒരു ഉപകാരമാണ്. അവനെ ഞാൻ എന്റെ അനിയനായിട്ടാ കാണുന്നത്. ഡിവോഴ്സ് ഒന്നും വേണ്ട, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സർ സുധീഷ് ശരിക്കും സാറിനെ വന്ന് കണ്ടായിരുന്നു? ഇത് കേട്ട് ഗോപി ചോദിക്കുന്നു, എന്താ മോളിങ്ങനെ സംശയത്തോടു കൂടി ചോദിക്കുന്നത്? അവൻ എന്റെ അടുത്ത് വന്ന വിഷമത്തോടു കൂടി സംസാരിച്ചു, എനിക്ക് പാവം തോന്നി, അതുകൊണ്ടാ ഞാൻ മോളെ വിളിച്ചത്. അവനും എന്റെ അടുത്തുണ്ടായിരുന്നു. ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഗോപി പറയുകട, അവൻ എങ്ങനെയെങ്കിലും കുട്ടിയുടെ ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള പയ്യന്മാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം, സമാധാനമായിട്ട് പോകാൻ പറ്റുമെന്ന് നോക്ക്. ശരി സാർ എന്ന് പറഞ്ഞാൽ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഗോപി ചോദിക്കുന്നു, കുട്ടി എങ്ങനെയാ വന്നേ? അപ്പൊ നിധി പറയണ, ഞാൻ ഫ്രണ്ടിന്റെ ഒപ്പം കാറിലാ വന്നേ. ഇനി എങ്ങനെ പോകുന്ന ഗോപി ചോദിക്കുമ്പോൾ ഞാൻ പൊയ്ക്കുള്ള സാർ എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ്. അപ്പൊ ഗോപി പറയുന്നു, നിധി, കുട്ടി ഡിവോഴ്സ് വേണ്ടെന്നൊരു തീരുമാനം എടുത്താൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. സുധീഷ് നല്ലവനാ. ശരി സാർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന നിധി തിരിഞ്ഞെന്ന് ചോദിക്കുന്നു, സർ തെറ്റിദ്ധരിക്കരുത്, ഒരു ID പ്രൂഫും ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതെങ്ങനെയെന്ന് ഗോപി ചോദിക്കുമ്പോൾ നിധി ചോദിക്കണം, പിന്നെ എങ്ങനെയാണ് സർ ഞങ്ങളുടെ കല്യാണം നടത്തിയത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആധാർ കാർഡും പാൻ കാർഡും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, പിന്നെ എങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്നേ? അപ്പൊ ഗോപി പറയുകയാണ്, മോളുടെ ആധാർ കാർഡ് മോളുടെ ഭർത്താവ് തന്നെ തന്നത്. ഇത് കിട്ടിഞ്ഞിട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് നിധി. തുടർന്ന് നിധി ചോദിക്കുന്നു, സുധീഷ് തന്നതാണോ? അപ്പൊ ഗോപി പറയുകയാണ്, അതെ, പ്രൂഫ് ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. സുധീഷ് അവന്റെ ഫോണില് കുട്ടിയുടെ ആധാർ കാർഡ് കാണിച്ചത്, അത് വെച്ചാണ് കല്യാണം രജിസ്റ്റർ ചെയ്തത്.
ഇത് കേട്ട് നിധി ഓർക്കുകയാണ് ആധാർ കാർഡ് ഇല്ലാതെ ഹോസ്റ്റൽ അന്വേഷിച്ച് നടന്നതും സുധീഷിന് ആധാർ കാർഡിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞതുമല്ല. തുടർന്ന് ഗോപി പറയുന്നു, മോളുടെ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനാ എന്റെ ഫോണിലുണ്ടെന്ന് പറഞ്ഞ ഫോണിൽ കാണിച്ചത്. എന്തിനാ ഇപ്പൊ മോൾ ഇതൊക്കെ ചോദിക്കുന്നേ? ഇത് കേട്ട് നിധി പറയുകയാണ്, ഒന്നുമില്ല സർ, അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ, താങ്ക്സ്. ശരി മോളെന്ന് ഗോപി പറയുമ്പോൾ വിഷമത്തോടുകൂടി നിധി അവിടെ നിന്ന് പോവുകയാണ്. റോഡ് സൈഡിലൂടെ നടന്നു വരുന്ന നിധി ഓർക്കുകയാണ് സുധീഷ് തന്റെ കഴുത്തിൽ താലി കിട്ടിയത് ഫേക്ക് മാരേജ് ആണെന്ന് പറഞ്ഞത്, വിവാഹ രജിസ്റ്ററിൽ സൈൻ ചെയ്തത്. തുടർന്ന് നിധി മനസ്സിൽ പറയുകയാണ്, ആധാർ കാർഡ് കയ്യിൽ വെച്ചിട്ടാ എന്നോട് ഈ ചതി ചെയ്തത്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അങ്ങനെ ദേഷ്യത്തോടുകൂടി നിധി മുന്നോട്ട് നടന്നു വരുമ്പോൾ സിദ്ധാർത്ഥ നിധിയുടെ മുന്നിലേക്ക് വണ്ടി കൊണ്ട് നിർത്തുകയാണ്. നിധി ഞെട്ടി തിരികെ നോക്കുമ്പോൾ സിദ്ധാർത്ഥ പറയുന്നു, നിധി റിലാക്സ്. ഞാനാ. എന്താ നിധി നടന്നു വരുന്നത്? നിധിയെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഞാൻ വരുന്നത് പറഞ്ഞ നിധിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു, നിധി എടുത്തില്ല. അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെയാണോ, സോറി ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് കേട്ട് സിദ്ധാർത്ഥ പറയുന്നു, ഇറ്റ്സ് ഓക്കെ, തിരിച്ചു പോയല്ലേ, വാ കേറ്. അപ്പൊ നിധി പറയണ, അത് സാരമില്ല, ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്താ, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. അപ്പൊ സിദ്ധാർത്ഥ പറയണ, എന്തിനാ ബസ്സിൽ പോകുന്നത്? ഞാൻ വന്നില്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആലോചിക്കാതെ കേറ് നിധി. ഇത് കേട്ട് നിധി കാറിലേക്ക് കയറുമ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, ഞാൻ 2 തവണ വിളിച്ചു, നിധി ഫോൺ എടുത്തില്ല. അപ്പൊ നിധി പറയുകയാണ്, സോറി ഫോൺ സൈലന്റിലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ സിദ്ധാർത്ഥ പറയുകയാണ്, ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ ബസ്സിൽ കയറി പോകുമായിരുന്നല്ലേ. ശരി വാ നമുക്ക് പോകാം. അങ്ങനെ അവർ കാറിൽ അവിടെ നിന്ന് പോവുകയാണ്. നിധി ഓർക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നത്. ഡിവോഴ്സിനായി വക്കീലിന്റെ അരികെ ചെന്നപ്പോൾ ആധാർ കാർഡ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചത് ഓർക്കുകയാണ് നിധി. സിദ്ധാർത്ഥ ചോദിക്കുന്നു, നിധി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, നല്ല ടെൻഷനിൽ ഇരിക്കുന്നത് പോലെ തോന്നി, അതാ ചോദിച്ചേ. അങ്ങനെയൊന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ ചോദിക്കാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഒരു റിലേറ്റീവിനെ കാണാൻ പോയതല്ലേ, അതുകൊണ്ടാണെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, മനസ്സിലായി, ഈ റിലേറ്റീവ്സ് എല്ലാവരും സ്ട്രെസ് തരുന്നവരാ. നിധി ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ വീട്ടിൽ ഇഷ്ടമല്ലല്ലോ, അതിനെ പറ്റിയാ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്റെ കസിന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അതോ അവർക്ക് ഇഷ്ടമല്ല. അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചതുകൊണ്ട് മൂഡ് ഔട്ട് ആയി പോയി. ഇത് കേട്ട് സിദ്ധാർത്ഥ പറയുകയാണ്, നിധി അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നിധിക്ക് ഹോസ്റ്റലിലേക്ക് മാറിക്കൂടെ, നല്ല അപ്പാർട്ട്മെന്റ്സും റെന്റിന് കിട്ടും. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇനി വേണം അതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ. എനിക്ക് അറിയാത്ത സ്ഥലമാണ് തിരുവനന്തപുരം, അതുകൊണ്ടാണ് ഞാൻ റിലേറ്റീവിന്റെ വീട്ടിൽ താമസിച്ചത്. അപ്പൊ സിദ്ധാർത്ഥ പറയുകയാണ്, ഞാൻ കണ്ടായിരുന്നല്ലോ, നിധിയെ നന്നായിട്ട് കെയർ ചെയ്യുന്നവരാണ് കസിൻസ്. തുടർന്ന് നിധി ഓർക്കുകയാണ് സുധീഷിന്റെ ഒപ്പം അക്ഷയയിൽ ആധാർ കാർഡിന് പോയതും സുധീഷ് നിധിക്ക് ആധാർ കാർഡ് എടുത്തു കൊടുക്കാനായി ശ്രമിച്ചതുമെല്ലാം. തുടർന്ന് സിദ്ധാർത്ഥ പറയുകയാണ്, നിധിക്ക് ഒരു കാര്യം അറിയോ, നിധിക്ക് വേണ്ടിയാ ഞാൻ എന്റെ ജോലി പെട്ടെന്ന് തീർത്തിട്ട് വന്നത്. നിധി ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? അപ്പൊ നിധി പറയണ, സോറി ഞാൻ കേട്ടില്ല. അപ്പൊ സിദ്ധാർത്ഥ പറയണ, ആക്ച്വലി ഞാൻ നിധിക്ക് വേണ്ടിയാണ് ജോലി പെട്ടെന്ന് തീർത്തു വന്നത്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ? സിദ്ധാർത്ഥ പതിയെ വന്നാ മതിയായിരുന്നല്ലോ. അപ്പൊ സിദ്ധാർത്ഥ പറയുകയാണ്, എന്തിന്? ഞാൻ ലേറ്റ് ആയിട്ട് വന്നിട്ട് നിധിക്ക് ബസ്സിൽ കയറി പോകാനോ? ഞാൻ അവർക്ക് ക്ലിയർ ആയിട്ട് ജോലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി അതൊന്നും ശ്രദ്ധിക്കാതെ സുധീഷ് തന്നെ ചതിച്ചതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് വണ്ടി ഇവിടെ നിർത്തിയാൽ മതിയെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ടെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ പറയുകയാണ്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിധി പറയണേ, ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് നിധിയും കൂട്ടി കിളിക്കൂട്ടിലേക്ക് പോവുകയാണ് സിദ്ധാർത്ഥ്. തുടർന്ന് സുധീഷും സുഭാഷും നികേഷും ഹരീഷും എല്ലാം വീട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. സുധീഷ് പറയുന്നു, പെട്ടെന്നാവട്ടെടാ, നിധി വരെ സമയമാകുന്നു. എടാ കേക്ക് കൃത്യസമയത്ത് വരില്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, കേക്ക് ഒക്കെ കൃത്യസമയത്ത് വരും സുധീഷേട്ടാ. നികേഷ് പറയുകയാണ്, സുധീഷേട്ടാ ഈ ബലൂണിന് കാറ്റടിക്കുന്ന മെഷീൻ ഒക്കെ ഇല്ലേ, അതുപോലെ എന്തെങ്കിലും വാങ്ങിച്ചു തന്നോട്ടായിരുന്നു, ഊതി ഊതി ചുണ്ടു വേദന എടുക്കുന്നു. അപ്പൊ സുധീഷ് പറയണ, ഏട്ടത്തിന്ന് വിളിക്കുമല്ലോ, ഏട്ടത്തിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തൂടെ, ഒരു 20 ബലൂൺ ഊതടാ. അപ്പൊ നികേഷ് പറയണ, 20? എനിക്ക് വയ്യ. അപ്പൊ സുധീഷ് പറയുന്നു, ഊതടാ, നിന്റെ ഏട്ടത്തിക്ക് വേണ്ടിയല്ലേ. ഇത് കേട്ട് നികേഷ് ബലൂൺ ഊതുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, കത്തിയും ക്യാൻഡിലും ഒക്കെ നീ എവിടെയാടാ വെച്ച്? കിച്ചണിൽ വെച്ചിട്ടുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ ആ കവർ എടുത്ത് നോക്കുന്ന സുഭാഷ് ചോദിക്കുകയാണ്, ഇതിന് നല്ല തണുപ്പുണ്ടല്ലോ. അപ്പൊ സുധീഷ് പറയുന്നു, അതിനകത്ത് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് വർക്ക് ആവില്ലല്ലോ, അതുകൊണ്ട് ഐസ് പാക്ക് ചെയ്താ കൊണ്ടുവന്ന്. സുഭാഷ് ചോദിക്കുന്നു, നിധി എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പൊ നികേഷ് പറയുകയാണ്, ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു, വന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞേ. അകത്തേക്ക് കയറിയുന്ന ഭാസ്കരൻ ബലൂണിൽ ചവിട്ടുകയാണ്. ബലൂൺ പൊട്ടുന്ന ശബ്ദം കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾക്ക് നോക്കി നടന്നൂടെ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, വഴി നടക്കുന്നിടത്ത് ബലൂൺ കണ്ടുവെച്ച പിന്നെ ചവിട്ടാതിരിക്കോ? ഒരു മനുഷ്യനെ സമാധാനത്തോടു കൂടി ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ലല്ലോ, കാല് വെച്ചാലേ ബലൂൺ പൊട്ടുവാ. സുഭാഷ് പറയുന്നു, അച്ഛാ നോക്കിപ്പോ, ഇയാൾ എന്റെ ടെൻഷൻ കൂട്ടുകയാണല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, വിടടാ, അച്ഛന്റെ സ്വഭാവം അറിയില്ലേ. നികേഷ് പറയണ, എനിക്കിനിയും ബലൂൺ ഊതാൻ വയ്യ, മതി. അപ്പൊ സുഭാഷ് പറയുന്നു, കുറച്ചുകൂടി അല്ലേ ഉള്ളൂ, ഊതടാ. തുടർന്ന് സുധീഷ് പറയണ, സുഭാഷേട്ടാ എങ്ങനെയുണ്ട് എന്റെ ഏർപ്പാട്? ഇത് കണ്ട് നിധി ഞെട്ടി നിൽക്കും, ഇങ്ങനെ ഒരു ബർത്ത്ഡേ അവളെ ആഘോഷിച്ചിട്ടില്ലായിരിക്കും. ഇത് കേട്ട് ഹരീഷ് പറയണ, കളറുള്ള കുറച്ച് പേപ്പറും കുറച്ച് ബലൂണും കൊണ്ടുവച്ച വലിയ കാര്യമല്ലോ, ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ ഏട്ടത്തി ആഘോഷിച്ചിട്ടുണ്ടാകില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, അവളുടെ അച്ഛൻ ഇതിലും വലുതായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകും. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ ബർത്ത്ഡേ ഓർമ്മയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുകയല്ലേ, അവക്ക് വേണ്ടി രാത്രി കേക്ക് കട്ട് ചെയ്തതല്ലേ, ഇപ്പൊ വീണ്ടും ഈ സർപ്രൈസ് ഒക്കെ കണ്ട് അവള് ഷോക്കായിട്ട് നിൽക്കും. എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയും. ഈ
സമയം കാറിൽ അവിടേക്ക് വരികയാണ് സിദ്ധാർത്ഥും നിധിയും. സുധീഷ് പറയണ കാറിന്റെ ശബ്ദമാണല്ലോ കേട്ടത്, ഏട്ടത്തി കാറിലാണോ വരുന്നത്? ഇത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് സിദ്ധാർത്ഥിന്റെ ഒപ്പം കാറിൽ വന്നിറങ്ങുന്ന നിധിയെ കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. നിധി സിദ്ധാർത്ഥിനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. സന്തോഷത്തോടു കൂടി നിധിയുടെ ഒപ്പം അകത്തേക്ക് കയറി വരികയാണ് സിദ്ധാർത്ഥ്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. നിധി ഓർക്കുന്നു ഗോപിയുടെ വാക്കുകൾ. സുധീഷ് അവന്റെ ഫോണില് മോളുടെ ആധാർ കാർഡ് കാണിച്ചത്. ആദ്യം വെച്ചാണ് കല്യാണം രജിസ്റ്റർ ചെയ്തത്. സുഭാഷും നികേഷും ഹരീഷും എല്ലാം അവിടേക്ക് വരികയാണ്. പിന്നാലെ വന്ന ഭാസ്കരൻ ചോദിക്കുന്നു അതാരാടാ? അപ്പൊ സുഭാഷ് പറയുകയാണ് നമ്മുടെ നിധിയുടെ ഓഫീസിന്റെ ഓണറാ. ഭാസ്കരൻ ചോദിക്കുന്നു ബോസ് ആണോ? കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കേട്ട് ഭാസ്കരനെ തിരിഞ്ഞു നോക്കുകയാണ് സുധീഷ്. സിദ്ധാർത്ഥ് സന്തോഷത്തോടുകൂടി എല്ലാവരോടും സംസാരിക്കുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. നിധിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് സുധീഷ്. ഇതാരാണെന്ന് ഭാസ്കരനെ ചൂണ്ടിക്കാണിച്ച് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് അന്ന് കണ്ടില്ലായിരുന്നല്ലേ, അത് ഞങ്ങളുടെ അച്ഛനാ. സിദ്ധാർത്ഥ് പറയുന്നു സർ നമസ്കാരം. ഭാസ്കരനും സന്തോഷത്തോടുകൂടി നമസ്കാരം പറയുകയാണ്. നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് ഇവളെന്താ ഇങ്ങനെ നോക്കുന്നത്, എന്നോടൊരു അടുപ്പമൊക്കെ തോന്നിക്കാണും. അകത്തേക്ക് കയറി വന്ന സിദ്ധാർത്ഥ വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് ചുറ്റും നോക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു ഏട്ടത്തി സർപ്രൈസ് എങ്ങനെയുണ്ട്? സുധീഷ് പതിയെ പറയുന്നു നികേഷ് ഞാനാ ചെയ്തെന്ന് പറ. നികേഷ് പറയുന്നു എല്ലാ ഡെക്കറേഷനും ചെയ്തത് സുധീഷ് ഏട്ടനാ. നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു ഞാനാ ചെയ്ത്. സിദ്ധാർത്ഥ പറയണ ഞാൻ കറക്റ്റ് ടൈമിലാണല്ലോ വന്നേ. സുധീഷ് മനസ്സിൽ പറയണ നീ കാരണം ഒരു ഐ ലവ് യു മിസ്സായി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സുഭാഷ് ചോദിക്കുന്നു മോളെ നിധി ഓക്കെ അല്ലേ? നികേഷ് ചോദിക്കുന്നു അപ്പൊ കേക്ക് കട്ട് ചെയ്താലോ? സിദ്ധാർത്ഥ പറയുന്നു കമൺ നിധി കേക്ക് കട്ട് ചെയ്യേ. സുധീഷ് മനസ്സിൽ പറയുകയാണ് കേക്ക് വാങ്ങിയത് ഞാനല്ലേ, ഇവൻ എന്തിനാ പറയുന്നത് കട്ട് ചെയ്യാൻ? അങ്ങനെ സുധീഷ് കത്തിയെടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഭാസ്കരനും അവിടേക്ക് വരികയാണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ നിധി കേക്ക് കട്ട് ചെയ്യുന്നു. സുഭാഷ് കേക്ക് എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. സാറിന് കൊടുക്കുന്ന പറഞ്ഞ് ഒരു പീസ് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിധി സിദ്ധാർത്ഥിന്റെ നേരെ നീട്ടുകയാണ് കേക്ക്. സിദ്ധാർത്ഥ പറയുന്നു അയ്യോ സോറി ഞാൻ ഷുഗർ ഒന്നും കഴിക്കാറില്ല. അപ്പൊ സുഭാഷ് പറയുന്നു സാരമില്ല കുറച്ച് കഴിക്കുക, ഇന്ന് നിധിയുടെ ബർത്ത്ഡേ അല്ലേ, ശരി കുറച്ച് കഴിക്കാന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി കേക്ക് വാങ്ങിച്ചു കഴിക്കുകയാണ് സിദ്ധാർത്ഥ. കേക്ക് കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന സുധീഷിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് നിധി. ശരി നിധി ഞാൻ ഇറങ്ങട്ടെ എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ ഒന്ന് പോയി തന്നാ മതി. അപ്പൊ സുഭാഷ് ചോദിക്കണ എവിടെ പോവാ? അന്ന് വന്നപ്പോൾ കഴിക്കാതെ പോയത്, ഇന്ന് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ ഇല്ല എനിക്ക് കുറച്ച് വർക്കുണ്ടെന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ സുഭാഷിന്റെ വർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, തിരക്കുള്ള ആളാ, സാറ് പോയിട്ട് വാ. അപ്പൊ സുഭാഷ് പറയുന്നു നീ ഒന്ന് മിണ്ടാ നിൽക്ക്, ഇന്ന് നിധിയുടെ ബർത്ത്ഡേയാ, ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാ മതി. നിധി ഒന്ന് പറ. അപ്പൊ നിധി പറയണ അതെ കഴിച്ചിട്ട് പോയാ മതി. ശരി ഓക്കെ എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് കാണിക്കുന്നു. നിധിയും പുഞ്ചിരിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയണ ഇതെന്താ ഈ റിയാക്ഷൻ ഒരുമാതിരി ഇരിക്കുന്നേ, ഡെക്കറേഷൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? നന്നായിട്ടുണ്ടല്ലോ. തുടർന്ന് ഭക്ഷണം കഴിച്ച അവിടേക്ക് വന്ന സിദ്ധാർത്ഥ് പറയുന്നു ഭക്ഷണം നന്നായിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ റൈസ് ഒന്നും കഴിക്കാറില്ല, പക്ഷെ ഇന്ന് കുറച്ച് കൂടുതൽ കഴിച്ചു, താങ്ക് യു. വിഷമത്തോടു കൂടി നിൽക്കുന്ന നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുഭാഷ് ചോദിക്കുന്നു എന്ത് പറ്റി മോളെ, വന്നത് മുതൽ ഡള്ളായിട്ട് നിൽക്കുകയാണല്ലോ, എന്ത് പറ്റി? അപ്പൊ സിദ്ധാർത്ഥ് പറയണ അതൊന്നുമില്ല, ഞങ്ങള് വാമനപുരം വരെ പോയിട്ട് വന്ന, അതുകൊണ്ടാ ടയർഡായിട്ട് നിൽക്കുന്നത്. ഇത് കേട്ട് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ എന്തിനാ പോയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി സുഭാഷിനോട് പറയുന്നു അവിടെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അങ്ങനെ പോയതാ. സുധീഷ് ചോദിക്കുന്നു സിദ്ധാർത്ഥിന്റെ ഒപ്പമാണോ അവിടെ വരെ പോയെ? സിദ്ധാർത്ഥ് പറയുന്നു എനിക്കും അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി തിരിച്ചു വന്നു. സുധീഷ് പതിയെ ഹരീഷിനോട് പറയുകയാണ് ഇവൻ എന്തിനാ നിധിയെ കൂട്ടിക്കൊണ്ടു പോയത്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ. ഹരീഷ് പറയുകയാണ് സുധീഷിന് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാ കൂട്ടിക്കൊണ്ട് പോവുക, എന്തോ ഓഫീസ് കാര്യത്തിന് പോയതായിരിക്കും. നിധി സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തോഷത്തോടുകൂടി സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് സമാധാനത്തോടു കൂടി നിൽക്കുന്നു. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്